വ്യക്തമായിട്ടുള്ളൊരു അന്വേഷണം പരാതി കൊടുത്തിട്ടുണ്ട്. സ്വമേധയല്ല കേസ് എടുത്തിട്ടുള്ളത്, നമ്മുടെ പരാതി പ്രകാരം അന്വേഷിച്ചു. അതുണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം റീസാറിൻ്റെ അടുത്തായിരുന്നു പല ആൾക്കാരും, പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും അല്ലാത്തുള്ള ആൾക്കാരും സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ മുന്നേയും ഇതുപോലെ തല്ലിയിട്ട് ലോക്കപ്പ് മർദ്ദനം നടന്നിട്ട് സെറ്റിൽമെൻറ്റ് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കുന്നോളം. മുന്നത്തെ ഒരു ആയിരുന്ന ഒരു ആൾ ഉൾപ്പെടെ അതിൽ സെറ്റിൽമെൻറ്റ് തല്ലിയതിൻ്റെ ശേഷം സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. 20 ലക്ഷം രൂപയാണ് നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ല, അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ പറയുന്ന ഏതൊരു സെറ്റിൽമെൻറ്റിന് തയ്യാറായിരുന്നു. നമ്മൾ പറയുന്ന ഏതൊരു ഓഫർ അവർ എടുക്കാൻ തയ്യാറായിരുന്നു. നമ്മളത് ശക്തമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം തന്നെയാണ് അവർ അപ്പോഴും പറഞ്ഞത്, ഇപ്പോഴും പറഞ്ഞത്. ഷുഹൈർ അതെ ആവശ്യം. നമ്മൾ കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം എൻ്റെ അടുത്തേക്കാണ് പലരും വന്നത്. പല പോലീസ് ഉദ്യോഗസ്ഥരും എൻ്റെ അടുത്തേക്ക് കേസ് പിൻവലിക്കണം, അവരുടെ ജീവിതമാണ്, അത് കാരണം അവസാനിപ്പിക്കണമെന്നുള്ള പല ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു. പല ഉദ്യോഗസ്ഥരും അല്ല, സാമ്പത്തികം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. സാമ്പത്തികമായിട്ടായാലും എങ്ങനെയായാലും ഇത് തീർത്ത് തരണം, അതിന് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് പലരും നമ്മുടെ അടുത്ത് ബന്ധപ്പെട്ടിരുന്നു. അത് സ്റ്റേഷനിൽ മുകളിൽ തട്ടിൽ ക്യാമറയില്ല. ശുചിത്തിനെ മറിച്ചതിൻ്റെ 10% 20% നമുക്ക് ലഭ്യമായ ദൃശ്യം. അതിന് മുകളിൽ ക്യാമറയില്ല. അതിനേക്കാൾ ഉപരി കേരളത്തിൽ ഒരു സ്റ്റേഷനിലും ഇല്ലാത്തതുപോലെ ACP ഓഫീസിൻ്റെ മുകളിൽ ഒരു പഴയ CI ഓഫീസുണ്ട്. അവിടെയാണ് കേരളത്തിലെ എന്താ പറയുക ഇത്രയും ഭീകരമായ മർദ്ദനം നടക്കുന്നൊരു ഇടിമുറിയുള്ളത്. അവിടെ ലോക്കപ്പ് മർദ്ദനം ഇന്ന് അല്ലെങ്കിൽ ഒരു മരണം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ഇടിമുറിയാണ് അവിടുത്തെ ഏറ്റവും വലിയ മർദ്ദനം നടക്കുന്നൊരു ഇടിമുറി. അത് നമ്മൾ സ്റ്റേഷനിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പാണ്. CCTV ഇല്ല. എല്ലാ പ്രതികളെയും ഇവർക്കിഷ്ടമില്ലാത്ത പ്രതികളെ അവിടെ കൊണ്ടുപോയി എന്താ പറയുക കൈകാര്യം ചെയ്തതിന് ശേഷമാണ് ഇവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്.